ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബജറ്റ് റേഞ്ചിൽ വാങ്ങിക്കാൻ കഴിയുന്ന നല്ല കിടിലൻ 3-4 നല്ല സ്മാർട്ട് വാച്ചുകൾ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ കണ്ടു നോക്കിയിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ചില സ്മാർട്ട് വാച്ചുകൾ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഞാനിവിടെ യൂട്യൂബിൻ്റെ പ്രൊഡക്റ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഫയർബോൾട്ട് നിഞ്ച കോൾ പ്രോ എന്ന് പറയുന്ന 1299 രൂപ വില വരുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചാണ്. ബ്ലൂടൂത്ത് കോളിംഗ് 1.69 ഇഞ്ച് ഡിസ്പ്ലേ, അതേപോലെ AI വോയിസ് അസിസ്റ്റൻറ്റ്, 100ലധികം സ്പോർട്സ് മോഡ്, SpO2, ഹെർട്ട് റേറ്റ് മോണിറ്ററിങ്, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഒരു വിലയ്ക്കാണ് ഇത് കിട്ടുന്നത്. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിന് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്. ബട്ട് ഈ ഹെർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ പറയുന്നത് വളരെ ബേസിക്കായ സെറ്റപ്പാണ്. ഇതിനകത്ത് വലിയ ആക്യുറസി ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഫയർബോൾട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇതിന് മുമ്പും ഞാൻ റിവ്യൂ ചെയ്തൊരു വാച്ച് ഉണ്ട്, അത് ഫയർബോൾട്ടിൻ്റെ വിഷണറി. ഇതൊക്കെ റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാളിറ്റി വൈസ് എനിക്ക് അത്ര വലിയ താല്പര്യം, കാണാൻ നല്ല ലുക്കാണ്, ബട്ട് ക്വാളിറ്റി വൈസ് എനിക്ക് അത്ര തൃപ്തിയില്ലാത്തൊരു ബ്രാൻഡാണ് ഫയർബോൾട്ട് എന്ന്. ബട്ട് ലുക്ക് വൈസ് ഒരുപാട് കിടിലൻ ഐറ്റംസ് ഇവരുടെ ഉണ്ട്. അതായത് ഈ ഫയർബോൾട്ട് ക്വാണ്ടം എന്നൊക്കെ പറയുന്ന വാച്ച് കാണാൻ ഒന്നൊന്നര ലുക്കാണ്, ബട്ട് ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരു ക്വാളിറ്റി കുറവ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. സോ റിവ്യൂ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഓക്കെയാണ്, തൃപ്തിയായെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. ഇനി അടുത്തതാണ് നമ്മുടെ ബോട്ട് വേവ് ഇലക്ട്ര എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിന് 1300 രൂപയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. 1.81 HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ബ്ലൂടൂത്ത് കോളിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. 100ലധികം സ്പോർട്സ് മോഡും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇൻബിൽറ്റ് ഗെയിംസും വരുന്നുണ്ട്. 1300 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഒരു വാച്ചിൻ്റെ വില 2000 രൂപയുടെ മുകളിലാണ് ആക്ച്വലി നിൽക്കുന്നുണ്ടായിരുന്നത്. ബട്ട് ഈ ഓഫർ ടൈമിലൊക്കെയാണ് തോന്നുന്നത് ഇങ്ങനെ കുറഞ്ഞ 1300 രൂപയ്ക്ക് കാണിക്കുന്നുണ്ട്. സോ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ബോട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയുള്ള ഒരു പ്ലസ് പോയിന്റ് അവരുടെ സർവീസാണ്. അത്യാവശ്യം നല്ല സർവീസ് ആണെന്നുള്ള അഭിപ്രായം പൊതുവെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്. വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാർ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ വാച്ച് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. അതിനുശേഷം ഒരു ഡീറ്റെയിൽ റിവ്യൂ കൂടി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് പട്ടയ്ക്കാം. അടുത്തത് നോയ്സിൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. നോയ്സ് കളർ ഫിറ്റ് പ്രോ 4 ആൽഫ എന്ന് പറയുന്ന ഒരു വാച്ചിന് 3299 രൂപയാണ് വില വരുന്നത്. ഈ ഒരു വാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കോളിംഗ് തീർച്ചയായിട്ടും ഉണ്ട്, തിരക്കേടില്ലാത്ത ഒരു സംഗതി. 1.78 ഇഞ്ചിൻ്റെ ആമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഒക്കെയാണ്. കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമെന്ന് സാരം. അത്യാവശ്യം നല്ല ഒരു സ്മാർട്ട് വാച്ചാണ്. നിങ്ങൾക്ക് നോയ്സ് എന്ന ബ്രാൻഡ് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിലേക്ക് നോക്കാം. കാണാനും വലിയ കുഴപ്പമില്ലാത്തൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബിൽറ്റ് ക്വാളിറ്റിയും, അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു വാച്ചാണ്. നോയ്സ് താല്പര്യം ഉണ്ടെങ്കിൽ വിശദമായ റിവ്യൂസ് കാണുക. ഇതിനെ അടുത്തതായിട്ട് പരിഗണിക്കാം. ബഡ്ജറ്റ് 3300 രൂപയാണ് വരുന്നത്. ഇനി അടുത്തത് നല്ലൊരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് റിയൽമി വാച്ച് 3 പ്രോ. 4999 രൂപ വരുന്നുണ്ട്. അതായത് 3000 രൂപ താഴെയുള്ള വാച്ചുകളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ബട്ടെങ്കിലും ഈ ഒരു വാച്ചിൻ്റെ കാര്യം എടുത്തു പറയാണ്. ഈ വാച്ചിൽ വന്നിട്ട് 1.78 ഇഞ്ചിൻ്റെ ആമോലെഡ് ഡിസ്പ്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതേപോലെ ബ്ലൂടൂത്ത് കോളിംഗ്, GPS അടക്കം വരുന്ന ഒരു വാച്ചാണ്. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാച്ച് അത്യാവശ്യം നല്ലൊരു വാച്ചാണ്. സോ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു ബഡ്ജറ്റ് റേഞ്ചിലെ വാച്ച് തന്നെ പറയാൻ പറ്റുള്ളൂ. ഓവർ പ്രൈസ് ഒന്നും പറയാനില്ല. കാരണം GPS അടക്കം പറയുമ്പോൾ ഈ പ്രൈസിന് ഇത് തീർച്ചയായിട്ടും ഡീസൻ്റ് ആണ്. സോ റിയൽമി വാച്ചുകൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ ഒരു വാച്ചിലേക്ക് നോക്കാം. ഇതിലെല്ലാവിധ സംവിധാനങ്ങളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ഹെൽത്ത് പരമായ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പോർട്സ് മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതരം സംവിധാനങ്ങളും, അത്യാവശ്യം നല്ല ലുക്കും, GPS അടക്കമുള്ള സംവിധാനം. സോ ടോട്ടലി റിയൽമി വാച്ച് 3 പ്രോ ആ ഒരു പ്രൈസിന് വർത്തായ ഒരു സംഗതിയാണ്. വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈം തന്നെ ഉപയോഗിക്കുക. പിന്നെ ഈ വാച്ചുകൾ ഈ ഓഫർ ടൈമിൽ വാങ്ങിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ ഇതിൽ 2000 രൂപയുടെയും 1500 രൂപയുടെയും 3000 രൂപയും വാച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബട്ട് ഈ ബാങ്ക് ഓഫർ, നിങ്ങൾക്ക് ഈ ഓഫറുകളൊക്കെ കിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 5000 രൂപയെങ്കിലും മിനിമം പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതും മറക്കണ്ട. ഈ മിനിമം പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടി ഇത് വാങ്ങിച്ചാലാണ് ഈ ലാഭം കിട്ടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കണേ. അപ്പോൾ ഈ റിയൽമി വാച്ച് 3 പ്രോ ആണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു നല്ല വാച്ചായിട്ട് ഞാൻ ഇവിടെ കാണുന്നത് ഈ ഒരു പ്രൈസിന്. ഇനി അടുത്തൊരു വാച്ച് എന്ന് പറയുന്നത് അമേസ്ഫിറ്റ് പോപ്പ് 2 ആണ്. 3500 രൂപ. ആ ഒരു ബഡ്ജറ്റിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1.78 ഇഞ്ചിൻ്റെ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും ബ്ലൂടൂത്ത് കോളിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 150 അധികം വാച്ച് ഫേസുകളും കാര്യങ്ങളുണ്ട്. 100ലധികം സ്പോർട്സ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള സംവിധാനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ലീപ്പ് ട്രാക്കിംഗ്, എല്ലാ കാര്യങ്ങളും പ്ലസ് സ്പോർട്സ് മോഡുകളും ഇഷ്ടംപോലെ ഉൾപ്പെടുന്നുണ്ട്. സോ ഒരു പക്ക സ്മാർട്ട് വാച്ചിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തി അത്യാവശ്യം ഡീസൻറ്റ് ലുക്കിങ്ങിൽ ഇറക്കിയിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് അമേസ്ഫിറ്റ് പോപ്പ് 2 എന്ന് പറയുന്നത്. 3500 രൂപയാണ് വില.
സോ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഓഫർ അടക്കം വാങ്ങിക്കാൻ ശ്രമിച്ചാൽ നല്ല ഡീസൻറ്റ് വിലയ്ക്കൊരു നല്ല ഡീസൻറ്റ് വാച്ച് കിട്ടും. അപ്പോൾ ഈ 5 സ്മാർട്ട് വാച്ചുകളാണ് നല്ല ഓഫറിൽ നമുക്ക് ഈ ഒരു ടൈമിൽ വാങ്ങിക്കാൻ പറ്റിയ സ്മാർട്ട് വാച്ചുകൾ. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, ഓഫർ വീഡിയോ ആണ്. ഈ ഓഫറുകളെക്കുറിച്ചും ഈ ഒരു പ്രൈസ് ഈ സമയത്ത് ഈ ഓഫർ ടൈമിൽ വാങ്ങിക്കാൻ പറ്റിയ സ്മാർട്ട് വാച്ചുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ റിവ്യൂസ് നിങ്ങൾ വേറെ കണ്ടു നോക്കി ബോധ്യപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫയർ ബോൾട്ടിൻ്റെ ക്വാണ്ടം മറക്കണ്ട, അത് ഡിസൈൻ വൈസ് അത്രയും ഒരു ബോൾഡ് ലുക്കുള്ളൊരു വാച്ച് വേണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പരിഗണിക്കാവുന്നതാണ്. അതിൽ വന്നിട്ട് 1.28 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. അതിലും ബ്ലൂടൂത്ത് കോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ TWS അടക്കം, അതായത് ഇയർബഡ് അടക്കം നമുക്ക് അതിൽ കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാൻ സാധിക്കും. പ്ലസ് നമുക്കതിൽ SpO2 ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ്സ് അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ അതൊരു ബോൾഡ് ലുക്ക്, ആ ഒരു ലുക്ക് വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വാച്ചിലേക്ക് നോക്കാം. അതും ഈ പറഞ്ഞ പോലെ വിശദമായിട്ട് അതിൻ്റെ വീഡിയോ കണ്ടു നോക്കിയിട്ട് ചൂസ് ചെയ്യാം. സോ അപ്പോൾ ഈ ഒരു 6 വാച്ചുകളാണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു ഓഫറിൻ്റെ സമയത്ത് സജസ്റ്റ് ചെയ്യുന്നത്. റിവ്യൂസ് കണ്ടു നോക്കുക, പിടയ്ക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ കമൻറ്റിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കമൻറ്റുകൾ ശ്രദ്ധിക്കുക. അവർ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചുകളും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ഏതെങ്കിലും ബെറ്റർ സ്മാർട്ട് വാച്ചുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ കമൻറ്റ് കൂടി നോക്കുക. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കിയിട്ട് വിശദമായിട്ട് നോക്കിയും നല്ല സ്മാർട്ട് വാച്ച് നോക്കിയിട്ട് ഈ ഒരു ഓഫർ ടൈമിൽ വാങ്ങിക്കുക. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.